അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പെരുമ്പിലേക്കാണ്. പെരുമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക്. അവിടെയാണ് നമ്മുടെ തല അജിത്തിൻ്റെ കുടുംബക്ഷേത്രം. അദ്ദേഹം അവിടെ വരാറുണ്ട്, പക്ഷേ ആരെയും അങ്ങനെ അറിയിക്കാറൊന്നുമില്ല. രാവിലെ നേരത്തെ വന്നിട്ട് പോവാറാണുള്ളത്. പാലക്കാട് ജില്ലയിൽ നിന്ന് 10 കിലോമീറ്ററോളം വന്ന പെരുമ്പെന്ന മനോഹരമായ ഗ്രാമമായി. പെരുമ്പിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇവിടെയാണ് മൃദംഗം, ചെണ്ട, തബല, അങ്ങനെ ഇപ്പോഴും അതെല്ലാം ഉണ്ടാക്കുന്ന കുറേ ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ മന്നത്തുകാവ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിഴക്കേ ഗ്രാമം എന്ന് ഒരു ബോർഡ് കണ്ടു. ഈ കിഴക്കേ ഗ്രാമത്തിലാണ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ കണ്ടൊരു ആർട്സ് ക്ലബ്ബാണ് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുണ്ട്. കുളത്തിന് മേലെയായിട്ട് കുറച്ച് 4 തൂണൊക്കെ വെച്ചിട്ട് കെട്ടിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അങ്ങനെ കുറച്ച് നേരം ആ ക്ലബിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെയും പോയപ്പോൾ അവിടെ പിന്നെ ഒരു ബോർഡ്, വെൽക്കം ടു ഈസ്റ്റ് വില്ലേജ് പെരുമ്പ. അങ്ങനെ നമ്മൾ പെരുമ്പ ഈസ്റ്റ് വില്ലേജിലെത്തിയിരിക്കുകയാണ്. ഏകദേശം കൽപ്പാത്തിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗ്രാമങ്ങളാണ് ഇവിടെയുള്ളത്. അങ്ങനെ കുറച്ച് ദൂരം ആ ഗ്രാമങ്ങളിലൂടെ പോയി. അതിൽ പോകാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് കുറേ വീടുകൾ, പക്ഷേ ഒരു ബഹളമൊന്നുമില്ല, ശാന്തമായിട്ട്. അങ്ങനെ ആ വിജനമായ പാതയിലൂടെ 2 കിലോമീറ്ററോളം വന്നപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, ത്രിനാഗേശ്വര ശിവക്ഷേത്രം. വളരെ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ വ്യൂ തന്നെ, ചുറ്റും പാടങ്ങൾ, അതിന് നടുക്കൊരു അമ്പലം. അങ്ങനെ അതിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ പോയി. ആ അമ്പലത്തിന് ചുറ്റും ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. ആ കുളത്തിൽ കുളിച്ചിട്ട് രാവിലെ അമ്പലത്തിലെ തൊഴിലേക്ക് ഇതിലൂടെ നടക്കാനൊക്കെ ഒരു പ്രത്യേക സുഖമായിരിക്കും. അങ്ങനെ വണ്ടി സൈഡ് വെച്ചിട്ട് ഞാൻ നടന്നുമാണ് ആ അമ്പലത്തിലോട്ട് പോയത്. കാരണം അങ്ങനെയാണ്, ആ നടക്കാൻ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബ്. അങ്ങനെ ആ അമ്പലത്തിന് മുമ്പിൽ കുറച്ച് നേരം സമയം ചിലവഴിച്ചിട്ട് അതിനോട് ഇടത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി. ഇവിടെയാണ് തല അജിത്ത് വരാറ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണെന്ന് ഞാൻ കേട്ടത്. പക്ഷേ അദ്ദേഹം വരുന്നതൊന്നും ആരും അറിയാറില്ല. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും. എന്തായാലും വളരെ മനോഹരമായ സ്ഥലം. എന്തായാലും ഈ ഗ്രാമത്തെ മറ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.